ശിവ, കേട്ടാ ഞാനല്ല ഏട്ടനതറിയാം. ഏട്ടനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാനിരുന്നത്. സോറി ഏട്ടാ. സാരമില്ലടാ, ഏട്ടനറിയാം നിന്നെ. ഏട്ടാ ഇവിടെ ഇരിക്കുക. മെല്ലെ ഇരിക്കുക. ആർക്കും മുന്നിലും തോൽക്കാത്ത തൻ്റെ അടിയായ ഏട്ടൻ മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. വീണ് കിടക്കുന്ന ഏട്ടനെ കാണാൻ എനിക്ക് വയ്യ. പോലീസുകാര് നിന്നെ ഒരുപാട് ഉപദ്രവിച്ചോ? ഞാനല്ല. നീയല്ലേ കുത്തിയത്? പോലീസ് സ്റ്റേഷനിൽ സാരമില്ല, ഇനി നിന്നെ ആരും ഒന്നും ചെയ്യില്ല. എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അവിനാശാവുന്നു നോക്കി. എന്നിട്ടും സമ്മതിക്കാതിരുന്നപ്പോഴാ അവൻ എന്നെ. താൻ എത്ര ചോദിച്ചാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഞാനല്ല. കള്ളം പറഞ്ഞ പന്ന റാസ്കൽ. എനിക്കറിയാം, അവസരം കിട്ടിയപ്പോ അവൻ എന്നോട് വൈരാഗ്യം തീർത്തതാ. ഏതൊരു ശത്രു അങ്ങനെ തന്നെയാ. ഏറ്റവും നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. കാത്തിരുന്ന അവസാനം കൺമുന്നിൽ വന്നാൽ ഇരയെ ആദ്യം മാനസികമായി തളർത്തും. എന്നിട്ട് മറ്റുള്ളവർക്ക് വേട്ടയാടാൻ നമ്മളെ തള്ളിയിട്ട് കൊടുക്കും. ഒടുവിൽ നമ്മൾ തളർന്നു ഉറപ്പായാലേ അവര് നമ്മുടെ മുന്നിൽ പോലും വരൂ. കാരണം അവരുടെ ഉള്ളിൽ അപ്പോഴും നമ്മളെക്കുറിച്ച് ഒരു ഭയമുള്ളതുകൊണ്ടാണ്. അവൻ എന്നോടുള്ള പക തീർത്തതാണെന്ന് എനിക്കറിയാം. നിനക്കെന്നെ കൊല്ലാൻ പോയിട്ട് ഒന്നും നുള്ളി നോവിക്കാൻ പോലും ആവില്ല എന്ന് അവനും അറിയാം. ഏട്ടാ, എന്നെ വെറുക്കില്ല ഏട്ടാ. എന്താടാ ഈ പറയുന്നത്? ഏട്ടൻ തന്നെ വെറുക്കേ? മതി സംസാരിച്ചത്. ശിവ, ഇനി ഏട്ടൻ കുറച്ചു നേരം കിടക്കട്ടെ.
എന്റെ പൊന്നു ചേട്ടാ, സംസാരിക്കാൻ ഇനിയും ഒരുപാട് സമയം കിടക്കല്ലേ. ചേട്ടനും അനിയനും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാം കൂടി ഒരുമിച്ച് സംസാരിച്ചു തീർത്താ പിന്നെ സംസാരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? വാ എനിക്ക് വാ. അതൊക്കെ പതുക്കെ. ഇപ്പൊ മനസ്സിലായോ ഹിറ്റ്ലറെ? ഒരു ഭാര്യ എന്ന് പറഞ്ഞ വെറും ഒരു സാധനം മാത്രല്ലെന്ന്. ഓ അതാണോ? ഇത്രയ്ക്കങ്ങ് സ്വയം പുകഴ്ത്താൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അല്ല, നിങ്ങൾക്കൊരു അപകടം വന്നപ്പോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ ഇതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നിങ്ങൾ ആ പരിസരത്ത് വല്ലതും കാണുമോ ഹിറ്റ്ലറെ? അതിന് നിനക്ക് എന്തെങ്കിലും അപകടം പറ്റട്ടെ, അപ്പൊ നോക്കാം. പിന്നെ നോക്കിയോ. ആ പിന്നെ കുറച്ചു ദിവസം ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ മതി കേട്ടോ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ ഏത് ഫുഡ് കഴിക്കണം കഴിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീയല്ല. ഒന്ന് നിർത്ത് സാറേ, ഇത്ര വലിയ മസിൽ പിടുത്തൊന്നും വേണ്ട. ഇനി കുറച്ചു ദിവസം എന്റെ ചട്ടത്തിനനുസരിച്ചാ നിങ്ങൾ ജീവിക്കാൻ പോകുന്ന. അതിന് വേറെ ആളെ നോക്കണം. ഓ, അതൊന്നും ഇനി പെട്ടെന്ന് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. അത് നിന്റെ സ്വപ്നം മാത്രമടി ബേക്കറിക്കാരി. ബേക്കറിക്കാരിയോ? രാജകുമാരി എന്ന് പറ മാഷേ. നോക്കട്ടെ. യോ എന്തൊരു മധുരം ഇത്. DKക്ക് കുറച്ച് ദിവസത്തേക്ക് മധുരം കൊടുക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ഷുഗർ ഉണ്ടോ മൈസൺ? ആ അമ്മേ, ഇവളിത് ചുമ്മാ പറയുന്ന. എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ കുഴപ്പമില്ലമ്മേ, ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. ചിത്ര, ഈ ചായ ഞാൻ കുടിച്ചോളാം. ഹിറ്റ്ലർക്ക് മധുരം ഇടാത്തൊരു ചായ കൊണ്ടോ. ചെല്ല. നല്ല ചായ. എന്തേത് പേട്ടി, മധുരമില്ലാത്ത ചായ അവന് ഇഷ്ടമില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ആണോ? ആ സാരമില്ല മൈസൺ, 8 ദിവസത്തേക്കല്ലേ, നീ അങ്ങ് ക്ഷമിക്കേ. അമ്മേ, ഇവളിത് മനഃപൂർവ്വം ചെയ്യുന്ന. മധുരം കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടേ ഇല്ല. അയ്യോ അമ്മ, ഭർത്താവിന്റെ ആരോഗ്യം നോക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. ഇങ്ങർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്ക് വേറെ ആരാ ഉള്ളേ? നോ ക്രൈ, കരയാതെ.